നമസ്കാരം. വെൽക്കം ടു ഗീതാസ് ഭക്തിഗീതം. വൺ ഡേ വൺ ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം 1017th day. Today 25th sloka of Pradhamaskandam 13th chapter. For details, please see the description box. ഗീതാസ് ഭക്തിഗീതം ഒരു ദിവസം ഒരു ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം ഇന്ന് 1017 ദിവസം. പ്രഥമസ്കന്ധത്തിലെ 17ാമത്തെ അധ്യായത്തിലെ 25ാമത്തെ ശ്ലോകം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമഃ. ഓം തത്സത്. കൃഷ്ണം നാരായണം വന്ദേ. കൃഷ്ണം വന്ദേ വ്രജപ്രിയം. കൃഷ്ണം ദ്വൈപായനം വന്ദേ. കൃഷ്ണം വന്ദേ പൃഥാസുതം. ശ്രീപരമാനന്ദനാഥനായി അദ്വൈതദീപമായി മോക്ഷേക്ഷു വൃന്ദമന്ദാരമായി കാരുണ്യവാരിധിയായി വിഭൂദേശനാം നാരായണൻ മമ മന്ദത മാറ്റണം. ഓം തത്സത്. ശ്രീമദ് മഹാഭാഗവതം പ്രഥമസ്കന്ധത്തിലെ 13ാമത്തെ അധ്യായത്തിലെ 25ാമത്തെ ശ്ലോകം. ഓം തത്സത്. ഗതസ്വാർത്ഥമിമം ദേഹം വിരക്തോ മുക്തബന്ധന അവിജ്ഞാതഗതിർജഹ്യാത് സവൈധീര ഉദാഹൃത. ഓം തത്സത്. ഗതസ്വാർത്ഥമിമം ദേഹം വിരക്തോ മുക്തബന്ധന അവിജ്ഞാതഗതിർജഹ്യാത് സവൈധീര ഉദാഹൃത. ഓം തത്സത്. പദം പിരിക്കേണ്ടത് ഗതസ്വാർത്ഥം ഇമം ദേഹം വിരക്തോ മുക്തബന്ധന അവിജ്ഞാതഗതി ജഹ്യാത് സവൈ ധീര ഉദാഹൃത. ഇങ്ങനെയാണ് പദം പിരിക്കേണ്ടത്. അർത്ഥം: വിരക്ത വിഷയങ്ങളിൽ രാഗമില്ലാത്തവനും മുക്തബന്ധന മോചിക്കപ്പെട്ട ബന്ധത്തോട് കൂടിയവനും. അതായത് ബന്ധനങ്ങളിലൊന്നും ബന്ധനമാകാത്തവനും അവിജ്ഞാതഗതി അറിയപ്പെടാത്ത സഞ്ചാരത്തോട് കൂടിയവനുമായിട്ട് ഗതസ്വാർത്ഥം സ്വപ്രയോജനശൂന്യമായിട്ടുള്ള ഇമം ദേഹം ഈ ശരീരത്തെ ജഹ്യാത് ഉപേക്ഷിക്കണം. സവൈ അവൻ തന്നെ ധീരൻ എന്ന് ഉദാഹരിക്കപ്പെട്ടിരിക്കുന്നു. അതായത് വിതുരർ വീണ്ടും പറയുകയാണ് ധീരൻ്റെ ലക്ഷണം എന്താണെന്ന്. യശസ്, ധർമ്മം മുതലായ പുരുഷാർത്ഥങ്ങളെ സമ്പാദിക്കാൻ കഴിയാത്ത വിധം ജീർണിച്ചത്. അതായത് വയസ്സായിട്ടുള്ള ഈ ശരീരത്തിന്മേലുള്ള ആശയെയും ഞാനെന്നും എൻ്റേതെന്നും ഉള്ള അഹംഭാവത്തെയും മമതയെയും ഉപേക്ഷിച്ച് ബന്ധനങ്ങളിൽ നിന്നെല്ലാം മോചിക്കപ്പെട്ട് ഏത് ദിശയിൽ പോയിരിക്കുന്നു, എവിടെയാണ് ഞാൻ പോയിരിക്കുന്നത് എന്നുള്ള വിവരം ബന്ധുജനങ്ങൾക്ക് അറിയാൻ ഉണ്ടാകാത്ത വിധം സഞ്ചരിച്ച് പ്രാരബ്ധത്തെ സഹിച്ചുകൊണ്ട് ഈ ദേഹത്തെ ആർ ഉപേക്ഷിക്കുന്നുവോ അവൻ തന്നെ ധീരൻ എന്ന് സജ്ജനങ്ങൾ തെളിച്ചപ്പെടുത്തിയിരിക്കുന്നു. നമുക്ക് കാണാം, പഴയകാലത്ത് രാജാക്കന്മാരൊക്കെ ഒരു പ്രായമായാൽ ബന്ധങ്ങളൊക്കെ തൻ്റെ രാജ്യവും മറ്റുള്ളതുമൊക്കെ മക്കളെ ഏൽപ്പിച്ച് എല്ലാം ഉപേക്ഷിച്ച് എവിടെയാണെന്നറിയാത്തമാര് കാട്ടിൽ പോയി തപസ് ചെയ്ത് മുക്തിയടയും, ദേഹത്തെ ഉപേക്ഷിക്കും. ഋഷഭദേവൻ്റെ കഥ നമുക്കറിയുള്ളതാണ്. ഋഷഭദേവൻ ഇപ്രകാരം തന്നെല്ലാം ഉപേക്ഷിച്ച് എന്തെന്നില്ലാതെ മാതിരി സഞ്ചരിച്ച് മുക്തി നേടി കാട്ടുതീയിൽപ്പെട്ട് മോക്ഷമടയുകയാണ്, ശരീരത്തെ ഉപേക്ഷിക്കുകയാണ്. അവർക്ക് ശരീരബോധമേ ഉണ്ടാവുകയില്ല. ശരീരമല്ല താൻ, തൻ്റെ ഉള്ളിലുള്ള ആത്മസ്വരൂപിയാണ് താൻ എന്നറിഞ്ഞ് ഈ ശരീരത്തെ ആത്മാവ് തന്നെത്താൻ എപ്പോൾ ആത്മാവ് ഈ ശരീരത്തെ വിട്ട് ഉപേക്ഷിക്കുന്നുവോ അതുവരെ അലഞ്ഞു തിരിയുകയാണ് ചെയ്യുന്നത്. ശ്ലോകം ഒരിക്കൽ കൂടി. ഓം തത്സത്. ഓം ഗതസ്വാർത്ഥമിമം ദേഹം വിരക്തോ മുക്തബന്ധന അവിജ്ഞാതഗതിർജഹ്യാത് സവൈ ധീര ഉദാഹൃത. ഓം തത്സത്. എല്ലാവരുടെയും നന്മയ്ക്കും ആയുരാരോഗ്യ സൗഖ്യത്തിനുമായി പ്രാർത്ഥിച്ചുകൊണ്ട് ശ്ലോകം ഭഗവാന്റെ തൃക്കാൽക്കൽ സമർപ്പിക്കുന്നു. ഗീതാരാജൻ. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ വെരി നൈസ് ഡേ. ഗോഡ് ബ്ലസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ.
എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്ദിയും ഉണ്ടാകട്ടെ. ഓം തത്സത്. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം തത്സത്. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ വെരി വെരി നൈസ് ഡേ. എല്ലാവരുടെയും നന്മയ്ക്കായി പ്രാർത്ഥിച്ചുകൊണ്ട് ശ്ലോകം സമർപ്പിക്കുന്നു. ഗീതാഞ്ജലി. ഓം തത്സത്.